വികാരത്തെ ശുദ്ധമാക്കിയെടുക്കുന്നതാണ് വൈകാരിക സാക്ഷരത. വികാരത്തെ അംഗീകരിച്ച് തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ല വൈകാരിക സാക്ഷരത. ഒരുവൻ്റെ എല്ലാ വൈകാരിക അംശങ്ങളും ചെയ്യാവുന്നവയല്ല എന്ന് അവനെ സാമൂഹികമായി പഠിപ്പിച്ചെടുക്കുക. അതാണ് സാമൂഹിക ജീവിതത്തിൽ ആവശ്യം. നമ്മുടെ അടുത്തൊരു സ്ത്രീ ഇരിപ്പുണ്ട്, അവൾ നാളെ മാതാവാണ് എന്ന വിചാരത്തോടു കൂടി വർത്തമാനം പറയാൻ പറ്റുക. അവളൊരു പരിണാമ ചക്രത്തിൽ നാളെ ഭാര്യയാകേണ്ടവളാണ്. മറ്റൊരു പുരുഷനോടൊപ്പം ജീവിക്കുന്ന സമയത്ത്, അവൾ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടി വരുന്ന സമയത്ത്, ഞാൻ ഇന്ന് ആ ചെറുപ്പമുള്ള കുട്ടിക്ക് ഇന്ന് കൊടുക്കുന്ന ഒരു സ്വപ്നം എന്നെ ആരാധ്യമായി സ്വീകരിച്ചാൽ നാളെ അവനുമായി പൊരുത്തപ്പെട്ടൊരു കുടുംബജീവിതത്തിന് പറ്റാതെ വരുമെങ്കിൽ തീർച്ചയായും ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളെ വൈകാരികത ചാലിച്ച് ഉപയോഗിക്കുമ്പോൾ ഇന്ന് അവളെ എങ്ങനെ ഉപയോഗിക്കാമെന്ന ഒരു ചിന്തയിലല്ല ഉപയോഗിക്കേണ്ടത് എന്ന് കുട്ടിക്കാലത്ത് പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് വൈകാരിക സാക്ഷരതയുടെ ആവശ്യം. എത്രയും വേഗം എൻ്റെ മുമ്പിലെത്തുന്ന കാര്യങ്ങളെ മുഴുവൻ എനിക്ക് ഉപയുക്തമാക്കി ചവച്ചരച്ച് ചണ്ടിയാക്കി ദൂരെ കളയുകയും ആ ചണ്ടിയെല്ലാം മറ്റുള്ളവൻ ചുമക്കുന്നതിൽ എനിക്ക് ദുഃഖം വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു നേതൃത്വവും ഒരു അവബോധവും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഇന്ന് ആക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. സ്വാമിജി ശുദ്ധ വൈകാരികതയെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ ഉണ്ടാകുന്ന ഇപ്പം സന്തോഷ് മാധവൻ്റെ സംഭവങ്ങളിൽ പോലും വൈകാരികതയെ എങ്ങനെ ശുദ്ധമല്ലാതെ ഉപയോഗിച്ചു എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു പരിണാമം. അതിന് കാരണം അവർക്ക് വൈചാരിക സാക്ഷരതയുണ്ട്. അതായത് സാക്ഷരതയിൽ ഏറ്റവും വലിയ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ മാത്രമേ സന്തോഷ് മാധവനെ പോലൊരാൾക്ക് ഇത്രയും പേരെ സ്വാംശീകരിക്കാൻ പറ്റുള്ളൂ. ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങളെ മുഴുവൻ അയാൾ അതിക്രമിച്ച് കഴിഞ്ഞ് എത്രയോ സംവത്സരം കഴിഞ്ഞാണ് അയാൾ പിടിക്കപ്പെടുന്നത്. സന്തോഷ് മാധവൻ്റെ ഹിസ്റ്ററിക്ക് ഒരു 15-20 കൊല്ലത്തെ വളർച്ചയുണ്ട്. പ്രതിപക്ഷങ്ങളും ഭരണകക്ഷികളുമായി പാർട്ടികൾ ഇവിടെ ഒരുപാടുണ്ട്. ഭരിക്കാൻ കഴിഞ്ഞവരോ ഭരിക്കാൻ കഴിയാത്തവരോ ഭരണം പ്രതീക്ഷിച്ചു വരുന്നവരോ ആയ ഒട്ടേറെ പാർട്ടി നേതാക്കന്മാരുണ്ട്. ഇവരാരും അറിയാതെയാണ് സന്തോഷ് മാധവൻ അതീവ നിഗൂഢമായി രഹസ്യമായി ഈ പണികൾ മുഴുവൻ ചെയ്തത്. ആയിരിക്കില്ല. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ആരെല്ലാം പ്രവർത്തിക്കുന്നു, മതരംഗത്ത് ആരെല്ലാം പ്രവർത്തിക്കുന്നു എന്ന് നമ്മുടെ IG-യുടെ കമ്പ്യൂട്ടറിനകത്ത് തീർച്ചയായും റിപ്പോർട്ടുകളുണ്ട്. ആരൊക്കെ എവിടെയെല്ലാം പോയി പ്രസംഗിക്കുന്നു, ഏതെല്ലാം സാഹിത്യകാരൻ പ്രസംഗിക്കുന്നു, എന്തെല്ലാം പറയുന്നു, എന്തെല്ലാം കൂട്ടും കൂടുന്നു, എന്തെല്ലാം പരിപാടികൾ നടത്തുന്നു, ഇതിൻ്റെ കൃത്യമായ രേഖയുണ്ട്. അതിൽ വിജിലുണ്ടാക്കിയില്ലെങ്കിൽ അത് ഭരണമല്ല. രാജഭരണകാലത്ത് പോലും ഉണ്ട്. ജനാധിപത്യമാണെന്ന് പറഞ്ഞ് പോലീസിനെ പിരിച്ചുവിട്ടിട്ടില്ല. മേജറും ജനറലും ഒക്കെ ഉണ്ടാകുന്നുണ്ട് പട്ടാളത്തിൽ. അപ്പോൾ നമ്മൾ ഈ സംവിധാനങ്ങളെ മുഴുവൻ ഉപയോഗിക്കുന്നിടത്ത് തീർച്ചയായും സന്തോഷ് മാധവൻ എന്ന വ്യക്തി ഒരു പൂജാരി എന്ന നിലയിൽ നിന്ന് ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായി മാറുമ്പോൾ, ഒരു പെൺവാണിഭത്തിൻ്റെ കണ്ണിയായി തിരിയുമ്പോൾ, അയാൾ ഇവിടുന്ന് ഫോറിനിലേക്ക് ഒരു പാസ്പോർട്ട് എടുത്ത് പോകുമ്പോൾ, ഒരു പാസ്പോർട്ട് എടുക്കാൻ അങ്ങ് പോയി നോക്കൂ. ഒരു സാധാരണക്കാരൻ ചെന്നൊരു പാസ്പോർട്ട് എടുക്കാൻ ചെന്നാൽ എത്ര കടമ്പകൾ കിടക്കണം, എത്ര അന്വേഷണ റിപ്പോർട്ടുകളെ തരണം ചെയ്യണം. ബാങ്കിൽ ചെന്ന് അങ്ങ് പോയൊരു ബാങ്കിൽ ചെന്നിട്ടൊരു അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞു നോക്കൂ. അങ്ങയുടെ ഫോട്ടോ പതിച്ച ഒരു ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കണം. അങ്ങയെ ഒരാൾ പരിചയപ്പെടുത്തണം. ആ ബാങ്കിൽ അക്കൗണ്ടുള്ള മറ്റൊരാൾ പരിചയപ്പെടുത്തണം. അങ്ങയുടെ 2 ഒപ്പ് സ്പെസിമെൻ സിഗ്നേച്ചറായി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞാലും അങ്ങ് പോയി ഒരു ലോണോ അല്ലെങ്കിൽ ഒരു ആവശ്യമോ ഉന്നയിച്ച് നോക്കൂ, കിട്ടില്ല. അയാൾക്ക് അനേകം അക്കൗണ്ടുകൾ, ഒരേ പേരിൽ ഒരേ അഡ്രസ്സിൽ. ഈ ഒരൊറ്റ സംഭവത്തെ ആസ്പദമാക്കി കേരളത്തിലെ ബാങ്കിൻ്റെ ശാഖകളിൽ മൊത്തം എനിക്കും അങ്ങയ്ക്കും ഉൾപ്പെടെ ഒരേ പേരിൽ എത്ര അക്കൗണ്ട് ഉണ്ടെന്ന് നോക്കാൻ ഗവൺമെൻറ് ഇപ്പോൾ തയ്യാറാവുമോ? തയ്യാറായാൽ നമ്മുടെ ഭരണാധികാരികളിൽ ആർക്കെങ്കിലും ഇത്തരം അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ, അവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടെങ്കിൽ, മത നേതാക്കന്മാർക്കുണ്ടെങ്കിൽ, ഇത് വലിയൊരു പ്രശ്നമാണ്. അപ്പം നിയമം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ മാത്രമായാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. അതിൻ്റെ തുടക്കത്തിൽ കള്ളത്തരങ്ങളെ നിർത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വൈകാരികതയെ ശുദ്ധമാക്കുന്ന ശുദ്ധ വിദ്യാഭ്യാസം ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് ആ മാനേജർ വരുമ്പോൾ ഞാൻ ചെയ്യില്ല എന്ന് പറയുക. ഞാൻ ഇത്ര രൂപ തരാം, ഞാൻ ചെയ്യില്ല, നിങ്ങൾ എന്ത് ആനുകൂല്യം എനിക്ക് തന്നാലും ഞാനത് ചെയ്യില്ല.
അങ്ങനൊരു അവസ്ഥയിലേക്ക് വിദ്യാഭ്യാസം എത്തിച്ചവൻ ഉദ്യോഗസ്ഥനാകുമ്പോൾ, അനുദ്യോഗസ്ഥനാകുമ്പോൾ, അഡ്വക്കറ്റ് ആകുമ്പോൾ, അയാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകുമ്പോൾ, അയാൾ തന്നെ ജഡ്ജാകുമ്പോൾ, അയാൾ തന്നെ സന്യാസിയാകുമ്പോൾ, അയാൾ തന്നെ പള്ളിയിലച്ഛനാകുമ്പോൾ, അയാൾ മതത്തെ നിയന്ത്രിക്കാൻ പോകുമ്പോൾ, അയാൾ ഭരണത്തെ നിയന്ത്രിക്കാൻ പോകുമ്പോൾ, അയാൾ പാർട്ടിയുടെ നേതാവാകുമ്പോൾ ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല.